സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗെയിംസ്. സോ ഗൈസ്, നമ്മൾ പിന്നെയും പുതിയൊരു ഗെയിം പ്ലേ ആയിട്ടാണ് വന്നിട്ടുണ്ട് ഗൈസ്. സോ പോക്കിമോൺ ബ്ലാക്ക് മൂൺ എന്ന് പറഞ്ഞ ഒരു NDS ഗെയിം NDS ഗെയിമിൻ്റെ സീരീസ് നമ്മൾ ഇന്നുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. സോ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണിത്. NDS എന്ന് പറഞ്ഞാൽ ഗൈസ് ഒരു ഇമുലേറ്റർ ഗെയിമാണ് ഗൈസ്. ഇമുലേറ്റർ പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ പോകെ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഗൈസ്, ഈ ഗെയിമിൻ്റെ പേര് ഫസ്റ്റ് പറഞ്ഞ പോലെ പോക്കിമോൺ ബ്ലാക്ക് മൂൺ 2 എന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേപോലെ തന്നെ ഇതിൽ കുറേ പോക്കിമോണൊക്കെ പിടിക്കാൻ ഇതിൽ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്ത് പോയിട്ടുണ്ട് ഗൈസ്. പറയുന്നത് ചെറിയ ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ തുടക്കത്തിൽ കുറച്ച് ഭാഗമൊക്കെ പോയി, അതായത് എൻ്റെ പേരിടലും പിന്നെ ഫസ്റ്റിൻ്റെ പോക്കിമോൺ സെലക്ട് ചെയ്യലും പിന്നെ കുറച്ച് പോക്കിമോൺ പിടിക്കലൊക്കെ മിസ്സായിട്ടുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പോക്കിമോൺ ഉണ്ടായിട്ട് ഗൈസ് നടക്കുന്നത്, അത് കാര്യമാക്കണ്ട. നമ്മളത് ഷിറ്റ്സിനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഫുൾ സപ്പോർട്ടായിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ കാണാൻ മാക്സിമം ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് റോഡ് ടു 4K സബ്ബ് ഗൈസ്. പിന്നെ എനിക്ക് ചെറുതായിട്ട് ജലദോഷത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. പിന്നെ നല്ല തൊണ്ടവേദനയുണ്ട്. സോ അത് കാരണം സൗണ്ടിനും കുറച്ച് പ്രശ്നമുണ്ട് ഗൈസ്. എനിവേ, നമുക്ക് അങ്ങനെ വീഡിയോയിലിട്ട് പോവാം ഗൈസ്. ഗെയിം പ്ലേ അങ്ങനെ തുടങ്ങുകയാണ്. യു ട്രെയിനർ, മൈ നെയിം ഈസ് ആൾറെഡ് ഗൈസ്. നമുക്ക് ആൾറെഡ് അങ്ങനത്തെ പറഞ്ഞ ഒരാൾ സംസാരിച്ചിട്ടുണ്ട്. ഇയാളെ കാണുമ്പോഴേക്കും ടീമൻസിലെ റെങ്കോക്കിനെ പോലെ തോന്നുന്നു ഗൈസ്. ഇത് നിങ്ങളുടെ മേലൊരു സ്പീഡിൻ്റെ മാർക്ക് കണ്ട, അത് ഈ ഇമുലേറ്ററിൻ്റെ ഒരു ഇതാണ്, നമുക്ക് സ്പീഡിലാക്കാൻ പറ്റും. ഇത് ഇയാളായിട്ട് ചുറ്റും നോക്കുന്നത് യുവർ ലിറ്റർ നോക്കി ഗൈസ്. ലിറ്റർ ഉണ്ട് ഗൈസ്, നമ്മുടെ ഫസ്റ്റ് പോക്കിമോൺ സ്റ്റാർട്ടർ. ഐ വിൽ ട്രെയിൻ ഗൈസ്. അയാൾ നമ്മൾ ട്രെയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. സോ ഇത് അയാൾ റെഗോക്കിനെ പോയിട്ട് അയാൾ പേര് ആൾറെഡ് ഓൾ ദാറ്റ് ഇസ് ടു റൈറ്റ്. പോക്കിമോണൊക്കെ നന്നായിട്ടല്ലേ ഇരിക്കുന്നതൊക്കെ ചോദിക്കണ്ടേ. പോക്കിമോൺ നൈസ് ദെയർ ആർ ബെസ്റ്റ് ഓഫ് യു എന്നൊക്കെ. അവൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, ചെറുതായിട്ട് കുറച്ച് ദൂരെയാണെന്ന് അവൻ പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പോകാൻ പറഞ്ഞു ഗൈസ്. പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ പോക്കിമോൺ സെൻ്ററിലൊന്ന് കയറട്ടെ ഗൈസ്. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഗൈസ്. കാരണം ആ വിന്നറിൻ്റെ എഫക്റ്റൊക്കെ കൊടുത്തിരിക്കുന്നുണ്ട് ഗൈസ്. ആ ചെറിയ ചെറിയ പാർട്ടികളൊക്കെ വരുന്ന പോലെ അതൊക്കെ നല്ലൊരു രസമുണ്ട് ഗൈസ്. പിന്നെ ഈ വീഡിയോ കൊണ്ട് എന്തായാലും മാറ്റം വരുത്തണമെങ്കിലും വീഡിയോയുടെ ടൈമിനെ കുറിച്ചും അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഗൈസ്, നമ്മുടെ 3 പോക്കിമോണാണ്. ഒന്ന് ഷിൻസ്, പിന്നെ ലിറ്റൻ, പിന്നെ ഫ്ലെച്ച്ലിംഗ്. ഈ 3 ഉണ്ട് ഗൈസ്. നമുക്ക് ഇവരുടെ അടുത്തൊക്കെ ഒന്ന് സംസാരിക്കാം ഗൈസ്. ഇതെന്തായാലും പകുതി വെച്ച് നിർത്തും ഉണ്ടായിരിക്കില്ല കേട്ടോ ഗൈസ്, കാരണം എനിക്ക് ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ ഇമുലേറ്ററിനെ കുറിച്ചൊക്കെ പോകണമെങ്കിൽ പറയാറില്ലേ. ഇമുലേറ്റർ പറഞ്ഞത് എന്താ പറയുക ഗൈസ്, ഒരു ചെറിയൊരു ഡിവൈസാണ് ഗെയിമുകളൊക്കെ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു സാധനത്തിൽ ഈ പോക്കിമോൺ ബ്ലാക്ക് മൂൺ പോലത്തെ കുറേ ഗെയിംസ് കളിക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ മൊബൈലും ഇമുലേറ്റർ പറഞ്ഞ സംഭവമാണ്. ഉദാഹരണം മൈ ബോയ്, പിന്നെ ഡ്രാസ്റ്റിക് ജോൺ ഇമുലേറ്റർ, അങ്ങനെ കുറേ ഇമുലേറ്റർ ഉണ്ട്. ഈ ഇമുലേറ്ററിൽ ഇതേപോലെയുള്ള ഗെയിംസ് എത്ര നേരം വേണമെങ്കിലും നമുക്ക് കളിക്കാൻ പറ്റത്തില്ല. ഒരുപാട് ഗെയിംസ് ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റ് വേണം നമ്മുടെ ഗൂഗിളിൻ്റെ കേട്ടോ ഗൈസ്. വെബ്സൈറ്റിൽ തന്നെ ഒരുപാട് ഇമുലേറ്റേഴ്സും ഡൗൺലോഡ് ചെയ്യുക, അതിന് പറ്റിയ കുറേ ഗെയിമും ഡൗൺലോഡ് ചെയ്യുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഗൈസ്. നമ്മളിപ്പോൾ കുറേ ആൾക്കാർ തന്നെ സംസാരിക്കുന്നത് ഗൈസ് നമുക്കൊരു പോഷൻ കിട്ടിയിട്ടുണ്ട് ഇയാളുടെ നല്ല അപ്പുറത്ത് വീട്ടിൽ കിട്ടുമല്ലോ ഗൈസ്. അപ്പോൾ കുറേ ഇമുലേറ്റേഴ്സ് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഒരു സമയം വരെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും പറ്റും, അതിൻ്റെ ഗെയിംസും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ അപ്പൂപ്പൻ്റെ ഈ വെള്ളം കിട്ടുമോ നോക്കട്ടെ കേട്ടോ. ഇവളുടെ സംബന്ധിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല. ആ അപ്പൂപ്പൻ വെള്ളം തരുമോ? അപ്പൂപ്പ അപ്പുറത്ത് വിട്ടിട്ട് അപ്പൂപ്പ എനിക്ക് പോഷൻ തന്നു. ഇയാൾ എന്ത് തരും? അല്ല ഗ്രേറ്റ് ബോൾ, അൾട്രാ ബോളാ, മാസ്റ്റർ ബോൾ കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല. നല്ല കാര്യം. ഗൈസ്, അപ്പോൾ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഡ്രാസ്റ്റിക് ഇമുലേറ്ററാണ്. ഇന്നത്തെ ഗ്രാഫിക്സൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ആ സ്നോൻ്റെ ആ പാർട്ടിക്കിൾസൊക്കെ കണ്ടല്ലേ ഗൈസ്, അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നമുക്കപ്പോൾ അയാൾ ആൾറെഡ് ഹേ ദിസ് വേ ഷാൽ വി സ്റ്റാർട്ട് ട്രെയിനിങ് തുടങ്ങാമല്ലോ. ഗൈസ്, നമ്മുടെ കയ്യിൽ മാപ്പ് ഉണ്ട്. നമ്മുടെ ഓപ്പണൻ്റ് വേറെ ലിയോ ഉണ്ട് ഗൈസ്. ലിയോ അങ്ങനെ ഞാൻ പേര് കൊടുത്തിരിക്കുന്നത്. അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടൗൺ മാപ്പാണ്. അവൻ്റെ സ്റ്റാർട്ടർ പോക്കിമോൺ വന്ന് പോപ്പിലോ പറയുന്നൊരു വാട്ടർ ടൈപ്പ് ഉണ്ട് ഗൈസ്. സോ അവൻ റൂട്ട് 20 ട്രെയിൻ ചെയ്യണമെന്ന് ഇയാൾ പറയും. നമുക്കെന്തായാലും റൂട്ട് 20 പോകണം. ജസ്റ്റ് ഫോർ ദിസ് റോഡ് ഇറ്റ് ഗോസ് ടു റൂട്ട് 20. ഓക്കെ ഗൈസ്, ഇതുവരെ നേരെ പോയാൽ റൂട്ട് 20 എത്തുമെന്നാണ് ഇയാൾ പറയുന്നത്. നല്ല കാര്യം. അപ്പോൾ ഗൈസ്, ഇതിൽ കൂടെ പോകാൻ പറ്റില്ല, ഇതിൽ കൂടെ ഇറങ്ങിയാലോ മറ്റും പോകാൻ പറ്റില്ല. ഉള്ളിൽ സംസാരിച്ച് നോക്കിയാലോ. ഫൈറ്റിംഗ് നമ്മളില്ല, പോകാൻ പറ്റുന്ന ഐ സൈസ് മീറ്റ് ആകുമ്പോഴാണ്
ബാറ്റിൽ നടക്കാമെന്ന് പറയുന്നത്. അതാണ് റൂൾ. ഓക്കെ, ഞാൻ ഇവനെ സംസാരിക്കാം. ബാറ്റിൽ ശരി. ഈ ബാറ്റിലായിട്ട് നിങ്ങളുടെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വീഡിയോ ഗെയിം പ്ലേ ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ. ജസ്റ്റ് സ്കിപ്പ് ഗൈസ്. അങ്ങനെ ബാറ്റിലായിട്ടിട്ട് നമുക്ക് നേരെ പോവാം. എന്താ ഗൈസ്, സിവിളിനായിട്ടും ബാറ്റിലുണ്ടായിരുന്നു, അതും ഞാൻ എന്താക്കി സ്കിപ്പ് ചെയ്തു. പാലസ് കിട്ടി. എന്തായാലും ദിവനുമായിട്ടും ബാറ്റിലുണ്ടാവും. ഒരു പോക്കിയാണ് പൈസ ആവശ്യമില്ല. നമുക്ക് വേറെ ഒരു തല വിത്തൗട്ട് എ സിംഗിൾ ഗൈസ്. ചിമ്പാൻസി ഇല്ലാത്തവർക്ക് അതിൽ കൂടെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതാണ് ഇയാൾ പറയുന്നത്. ഇവനായിട്ടുള്ള ഫൈറ്റ് ഗൈസ് അതിൻ്റെ സ്കിപ്പ് ചെയ്യുക ഗൈസ്. അവരുമായിട്ടുള്ള ഫൈറ്റ് സ്കിപ്പ് ചെയ്തൊന്ന് മറ്റേ പോക്കിമോൺ സെൻറ്ററിൽ പോയത്. മോൺസ്റ്റർ എന്നേ ഗൈസ്. എനിക്ക് പോക്കിമോണിൻ്റെ സാമ്യമുള്ള കുറേ ഗെയിംസിലൊക്കെ മോൺസ്റ്റർ എന്നല്ലേ പറയുന്നത്. അത് കളിച്ചാൽ മോൺസ്റ്റർ എന്നായതാണ്. അത് കുഴപ്പമില്ല, ശരിയാവും. അപ്പോൾ പോക്കിമോൺ സെൻറ്ററിൽ പോയിട്ട് ഹീലായിട്ട് വന്നു. താരങ്ങി ചാടില്ല, ഒരിക്കൽ മണ്ടത്തൻ പറ്റിയാണ് ഗൈസ്. ഈ സ്ഥലത്തേക്ക് വന്നു. ഇതിൽ കൂടെ ഓടിയാൽ പോക്കിമോൺ കിട്ടും. ഇല്ല കിട്ടില്ല. തിരിച്ചു. ഓക്കെ, ഇവിടെ നല്ല ലെവലപ്പായിട്ടുള്ള പോക്കിമോൺ ഉണ്ടാവും. പോക്കിമോൺ ഗൈസ്. ഓക്കെ, റോക്ക്രഫ് എന്നാണ് ഗൈസ് പേര്. ഗൈസ് ഈ പോക്കിമോൺ എൻ്റെ ടൈപ്പിലേക്ക് നല്ലൊരു പോക്കിമോണാണ്. ഓക്കെ ഗൈസ്, അവനായിട്ടുള്ള ഫൈറ്റ് കഴിഞ്ഞു ഗൈസ്. ഞാൻ പിന്നെയും കുറേ നോക്കി ഗൈസ്. പിന്നെയും റോക്ക്രഫ് വന്നു ലെവൽ 8. അതിനെ തോൽപ്പിക്കാൻ നല്ല പാട് ഗൈസ്. റൺ ചെയ്യാനും പറ്റത്തില്ല. ലാസ്റ്റ് കയറിയിട്ട് അതിനെ പിടിച്ചു. ഗൈസ് ഇതുണ്ട് ഗൈസ്, ലിയോ നൈസ് വെൽക്കം. അടുത്ത ഫൈറ്റ് ഗൈസ്. എന്തായാലും ഇത് കാണിക്കാട്ടാ. നമ്മുടെ ട്രെയിനർ ബാറ്റിൽ സ്കിപ്പ് ചെയ്ത പോലെ അല്ല, അത് നമ്മുടെ ഓപ്പൺ ഹാൻഡ് ആയിട്ടുള്ള ഫൈറ്റല്ലേ ലിയോ ആയിട്ട്. അതാ ഗൈസ്, അവൻ്റെ 2 പോക്കിമോൺസാണ് ഗൈസ് ഉള്ളത്. ഒന്ന് റോക്ക്രഫ്. റോക്ക്രഫ് നല്ല പാടാണ് കേട്ടോ. കാണുന്ന പോലെയൊന്നും അല്ല സാധനം. ഞാനൊക്കെ വരച്ചു റോക്ക്രഫിൻ്റെ ടാക്ട് കൊടുത്തിട്ട് കാര്യമില്ല ഗൈസ്. നമുക്ക് വേറൊരു റോക്ക്രഫിനെ ഇറക്കാം. നമ്മുടെ ഇല്ല ഗൈസ്, നമ്മൾ പിടിച്ച റോക്ക്രഫ്. നമുക്ക് പരിപാടി റോക്കിന്ന് വിളിക്കാം. റോക്കിക്കോ. അപ്പോൾ ഗൈസ് നമ്മുടെ റോക്കിനെ ഇറക്കി വിട്ടിട്ടുണ്ട്. നോക്കാം ഗൈസ്, രണ്ടും ഒരേപോലെ ആയതുകൊണ്ട് കാര്യമില്ലതും. എട്ടാടാ ഗൈസ്, ബൈറ്റ് ഇത്ര എഫക്റ്റീവാണ്. ക്രിട്ടിക് ഹിറ്റായിരിക്കും. നമ്മുടെ കയ്യിൽ മാമന്ത പോഷൻ ഉണ്ട്, യൂസ് ചെയ്യാം. ഓക്കെ, യൂസ് പോഷൻ ഗൈസ്. എനിക്ക് നല്ല ചോപ്പിയുന്നുണ്ടവനൊക്കെ ഉണ്ട്. അതിൻ്റേതായ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം എന്തായാലും നമ്മ അടിക്കുന്നവന് കൊള്ളുണ്ടാവല്ലത്. റോക്ക്രഫ് ഗൈസ്. നമുക്ക് ഫൈറ്റൊന്ന് സ്പീഡാക്കി വിടണോ? ആകെ ബൈറ്റ് കാര്യമില്ല ഗൈസ്. ജസ്റ്റ് ഒന്ന് ഫൈറ്റൊന്ന് സ്പീഡാക്കി വിട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫൈറ്റ് കണ്ടില്ല. അതിൻ്റെ ശരിക്കത്തെ ഫൈറ്റ് ആകുമ്പോൾ എനിക്ക് പ്രാന്തായി. 5 മിനിറ്റോളം ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. ജിത്തു ഗൈസ്. നമുക്ക് എന്തായാലും അവനും ആ മാപ്പ് നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ട് ഗൈസ്. ആർക്കൊക്കെ ഓടി വരുന്നുണ്ടല്ലോ. ഐ തോട്ട് ഇറ്റ് വാസ് ലൈവിൽ അറൗണ്ട് ഹിയർ യുവർ ഗൈസ്. നമ്മളൊരു ബാറ്റിൽ ചെയ്യുകയാണെന്ന് അവർ ചോദിച്ചു ഗൈസ്. ലിയോ ഇല്ല, അവ ആരാണ്? ഹുവാറി ചോദിച്ചു. ഹുവാമായി ഐ എം നോൺ ഗൈസ്. നമ്മൾ ഫൈറ്റ് ചെയ്ത് അവിടുത്തെ ഓണോ അവൻ്റെ ഭാര്യ ഉണ്ടെന്ന്. യു ഷുഡ് കീപ്പ് യുവർ പോക്കിമോൺ ഹെൽത്തി ആൻഡ് ഹാപ്പി. റൈറ്റ്, എൻ്റെ പോക്കിമോൺ നന്നായിട്ട് ഇരിക്കണ്ട. ഐ വിൽ ഗീവ് യു. പക്ഷേ എനിക്ക് റോക്ക്രഫ് ബാറ്റ്സ് അതുകൊണ്ട് എന്തോ ഉപയോഗം. റോക്ക്രഫിൻ്റെ കളത്തിൽ ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? ആൻഡ് 1 ഓഫ് യു അവനും കൊടുത്തിരിക്കുന്നു. ഏതൊക്കെ ബാറ്റ് എവോൾ സെർട്ടൻ പോക്കിമോൺസ്. ഇതിൻ്റെ ഉള്ളിലുള്ളൊരു പോക്കിമോൻ എവോൾ ചെയ്യാന്ന്. അതിൻ്റെ ഉള്ളിലുള്ളത് എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ലൈക്കോണെന്ന് പറഞ്ഞാൽ ഏതൊരു പോക്കിമോനെ കണ്ടോ ചോദിക്കണം. അതിൻ്റെ 2 ലൈക്കോൺ ഒരുമിച്ച് നടക്കുക. ഫസ്റ്റ് ടൈം വണ്ടേർഡ് ഓഫ്. സോ ഐ ആം ഗൈസ്. യു ആർ ലിറ്റിൽ വണ്ടർ. ആർ യു കിഡിങ് മീ? യുവർ പോക്കിമോൺ വാട്ടെവർ. എടാ എന്നെ സഹായിക്കുമ്പോൾ ഓടി ഗൈസ്. അവൻ്റെ മണ്ടനാണെന്ന് കാര്യം തെറ്റിയിരിക്കണ്ട. ഐ തിങ്ക് പ്ലേസ് അവർ. I wonder by the way dear, if your Pokemon get hurt, let me know. I will make them
ഫീൽ ബാഡ് ഗൈസ് ഹീൽ ചെയ്ത് തരും ഇവർ. ഓക്കെ ഓ ഗൈസ് നമുക്ക് അങ്ങനെ അവർ ഹീൽ ചെയ്ത് തരികയാണ്. നല്ല ചേച്ചി. ഓക്കെ നമുക്കപ്പോൾ സഹായിക്കാമല്ലേ അവരുടെ. അപ്പോൾ ഗൈസ് സഹായിക്കണ മുമ്പ് ഈ റേഞ്ചിലുള്ള പോക്കിമ്പോൾ പറയുമ്പോൾ ഗൈസ് ഈ റേഞ്ചിൽ റോക്ക് റഫ് ഉണ്ട്. അപ്പോൾ എൻ്റെ റോക്ക് റഫിനെ എനിക്ക് എവോൾവ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? നോക്കാം. ഇതല്ല എക്സ് ഗൈസ്. എൻ്റെ ചാർജ് എത്രയായുണ്ട്? 13. ബാക്ക് അവിടെ ഇതാ റോക്ക് റഫ് ബെൻഡ് പറഞ്ഞ സാധനം കിട്ടി. യൂസ് ചെയ്യാം. പവർ കുഴപ്പമില്ല ഗൈസ്. ഏബിൾ അപ്പോൾ അവിടെ ചെയ്യാൻ പറ്റും റോക്ക് റഫിനെ. വാട്ട് റോക്ക് റഫ്? ഓ ഗൈസ് റോക്ക് റഫിൻ്റെ എവോല്യൂഷൻ എന്താണ് നോക്കാട്ടെ ഗൈസ്. നമുക്ക് ഗൈസ് നമ്മുടെ ഫസ്റ്റ് എവല്യൂഷൻ. ദാറ്റ്സ് ഇറ്റ്. ഓ ഗൈസ് നൈസ്. റോക്ക് ലൈക്ക് ആൻഡ് റോക്ക് ഡി. ഓ ഗൈസ് കാണാൻ നല്ല രസമുണ്ടല്ലേ? അറ്റാക്ക് ചെയ്തൊന്ന് കിട്ടിയോണ്ടോ? ഒന്നും കൂടി യൂസ് ചെയ്യാൻ പറ്റും? ഇല്ല പറ്റില്ല. അപ്പോൾ റോക്ക് ടൈപ്പ് സാധനങ്ങളിലേക്ക് എവോൾവ് ആക്കാൻ പറ്റുന്നുണ്ടോ? അറിയില്ല. റോക്ക് നമുക്ക് ജിയോടെ ഔട്ട് ചെയ്യാം. ഒഡിക്സിലേക്ക് എവോൾവ് ആക്കാൻ പറ്റുമെന്നല്ലേ? അത് റോക്ക് ടൈപ്പ് അല്ലേ? അപ്പോൾ ഗൈസ് അറ്റാക്കൊന്നും കിട്ടിയിട്ടില്ല. പല അറ്റാക്കായിട്ട്. ഓക്കെ ഗൈസ് കാണാൻ നല്ല രസമുണ്ട് എന്തായാലും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം ഗൈസ്. അടുത്തൊരു വീഡിയോ പിന്നെയും വീണ്ടും വരെ ബൈ ഗൈസ്.